നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോസിംഗ് സ്ട്രീക്കിലാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ട്രേഡിംഗ് അക്കൗണ്ട് സീറോ ആക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ഫേസ് ആണത്. ലോസിംഗ് സ്ട്രീക്ക് എല്ലാ എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സിനും വരും. പക്ഷേ ആ സമയത്ത് നിങ്ങളെ തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ക്യാപിറ്റൽ സർവൈവ് ചെയ്യുമോ എന്നുള്ള കാര്യം. കാരണം മാർക്കറ്റ് നിങ്ങളുടെ സ്ട്രാറ്റജി മാത്രം ടെസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ മെന്റൽ സ്റ്റെബിലിറ്റി കൂടി ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. സാധാരണ ലോസിംഗ് സ്ട്രീക്ക് വന്നാൽ പലരും എന്താണ് ചെയ്യാനെന്നറിയാമോ? അവർ ഓവർ ട്രേഡ് ചെയ്യും, ലോട്ട് സൈസ് കൂട്ടും, റാൻഡം ട്രേഡ്സ് കൊടുക്കും. ആ സമയത്ത് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണമെന്ന് മാത്രമായിരിക്കും മൈൻഡിലുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യും. ഫൈനലി ഇവരുടെ അക്കൗണ്ട് സീറോയും ആവും. നിങ്ങൾ ലോസിംഗ് സ്ട്രീക്കിലാണെന്ന് മനസ്സിലായെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി സൈസ് കുറയ്ക്കുക. അതിനുശേഷം സ്ട്രിക്റ്റ് ആയി നിങ്ങളുടെ ബെസ്റ്റ് സെറ്റപ്പ് വരുന്നതിനായി മാത്രം കാത്തിരിക്കുക. ട്രേഡ് കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക. ട്രേഡ് ഡോക്യുമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ചാർട്ട് നിരന്തരം റിവ്യൂ ചെയ്യുക. മിസ്റ്റേക്സ് മനസ്സിലാക്കുക. എന്നിട്ട് ഇമോഷണൽ ട്രേഡ്സ് ഒഴിവാക്കുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയൊരാളാണെങ്കിൽ ഓർമ്മിക്കുക, ലോസ് ട്രേഡിങ്ങിന്റെ ഭാഗമാണ്. ഏത് മാർക്കറ്റ് കണ്ടീഷനിലും അത് കൺട്രോൾ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും അക്കൗണ്ട് സീറോ ആക്കാതെ നിലനിൽക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കും ലോസിംഗ് സ്ട്രീക്ക് റിക്കവറി ചെയ്യാൻ പ്രൊഫഷണൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന സിമ്പിൾ റിക്കവറി റൂൾസ് അറിയണോ? എങ്കിൽ റിക്കവർ എന്ന് കമന്റ് ഇട്ടോ, ഞാൻ പറഞ്ഞുതരാം.